ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്തിലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പത്രപ്രവർത്തക സുഹൃത്തുക്കൾ, ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2026-27 വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഈ ഭരണസമിതി അധികാരമേറ്റെടുത്ത ശേഷം അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിലൂടെ വൈവിധ്യപൂർണമായ വികസന കാഴ്ചപ്പാടുകൾ കോർത്തിണക്കി ദീർഘകാല വികസനം സാധ്യമാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സഫലമാക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച ജനകീയ ആസൂത്രണ പദ്ധതി കഴിഞ്ഞ 27 വർഷങ്ങളായി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് നവകേരള സൃഷ്ടിക്ക് ജനകീയാസൂത്രണം എന്ന പേരിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടർന്നു വരുന്നത്. നമ്മുടെ നാടിൻ്റെ നന്മകളെയും സമ്പത്തിനെയും തൊട്ടറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ആവശ്യകതകളെയും വെല്ലുവിളികളെയും നേരിടുന്നതിനുതകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ 14ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി 2026-27 വർഷത്തേക്ക് തയ്യാറാക്കിയത്. കേരള സർക്കാരിൻ്റെ വികസിത കേരളം പദ്ധതിയുടെ ഭാഗമായി പദ്ധതികൾ ഏറ്റെടുക്കുവാനാണ് ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം. ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള MRF പദ്ധതി വിപുലീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി 8 പഞ്ചായത്തുകളുമായി യോജിച്ച് ഖരമാലിന്യ സംസ്കരണത്തിൽ ഒരു നൂതന അധ്യായം കുറിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ക്രമീകരിക്കും. ഗ്ലാസ് കുപ്പികളുടെ സംരംഭണത്തിനും അത് പൊടിച്ച് വിപണനം നടത്തുന്നതിനാവശ്യമായ പദ്ധതി രൂപീകരിക്കും. ജലസമൃദ്ധി. കേന്ദ്രാകൃഷ്ട പദ്ധതിയായ IWMPയിലൂടെ 2015-20 കാലഘട്ടത്തിൽ 8 കോടിയോളം രൂപ വിനിയോഗിച്ചു ജലാശയങ്ങൾ നവീകരിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ജലാശയങ്ങളും തോടുകളും സംരക്ഷിക്കുന്നതിന് DPR തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കും. കൃഷി. ഉൽപാദന മേഖലയിലെ ഫണ്ട് ഉപയോഗിച്ച് നെൽകൃഷി വികസനത്തിന് ലിഫ്റ്റ് ഇറിഗേഷൻ, ആധുനിക ലിഫ്റ്റുകൾ, പാടശേഖരങ്ങൾക്ക് മോട്ടോർ തറ, ഇലക്ട്രിക് ലൈൻ എക്സ്റ്റൻഷൻ, മോട്ടോറുകൾ എന്നിവയ്ക്കായി പദ്ധതി രൂപീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിടും. ക്ഷീരവികസനം. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിൻ്റെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഗ്രൂപ്പുകൾക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി, പാലുൽപാദനത്തിൽ ഗണ്യമായ വർധനവ് കൈവരിക്കുന്നതിന് ഗ്രാമജില്ലാ പഞ്ചായത്തുകളുടെയും ക്ഷീരവകുപ്പിൻ്റെയും സഹകരണത്തോടുകൂടി കാലിത്തീറ്റ വാങ്ങി നൽകൽ, പാലിന് അളവിന് സബ്സിഡി, കറവ പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കും. മൃഗങ്ങളുടെ പരിപാലനത്തിനായി മൃഗഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി 24/7 നടപടിയിലാക്കുവാൻ പദ്ധതി രൂപീകരിക്കപ്പെടും. ഭവന പദ്ധതി. PMAY പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ലിസ്റ്റിൽ 288 ഗുണഭോക്താക്കളാണുള്ളത്. 159 പേർ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. 56 ഭവനങ്ങൾ പൂർത്തിയായി. എഗ്രിമെൻ്റ് വെച്ച മുഴുവൻ ഭവനങ്ങളും പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പദ്ധതി രൂപീകരിക്കും. ആരോഗ്യ മേഖല. ആരോഗ്യരംഗത്ത് പാണ്ടനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് സ്ഥാപനമായിട്ടുള്ളത്. 2ാം ഘട്ട ഗ്രഹകേന്ദ്രീകൃത പാലിയേറ്റീവ് പ്രവർത്തനം, വയോജന വിശ്രമ കേന്ദ്രം, ക്യാൻസർ രോഗ മുൻനിർണയ സെന്റർ, വിഷാദമുക്ത ചെങ്ങന്നൂർ എന്നീ പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ക്യാൻസർ നിർണയ ക്യാമ്പ്, ദിവ്യാംഗർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കും. ആംബുലൻസ് സൗകര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും. വിദ്യാഭ്യാസം, കല, കായികം, സംസ്കാരം, യുവജനക്ഷേമം. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ലൈബ്രറികൾക്ക് ഫർണിച്ചർ, ബുക്കുകൾ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ്, യുവതീ-യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, സ്വയം തൊഴിലിന് വാഹനങ്ങൾ നൽകൽ എന്നിവ ഏറ്റെടുക്കും. വനിതാ ശിശു വയോജന ഭിന്നശേഷി വിഭാഗങ്ങളുടെ വികസനം. വനിതകളുടെ ക്ഷേമത്തിനും സാമൂഹിക സാമ്പത്തിക തുല്യതയ്ക്കും ഉതകുന്ന തൊഴിൽദായക പദ്ധതികൾ, വയോജന സൗഹൃദ ഓഫീസുകൾ അന്തരീക്ഷം സൃഷ്ടിക്കൽ, വയോജന കേന്ദ്രങ്ങളുടെ പരിപാലനം, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ ക്ഷേമവും അംഗൻവാടികളുടെ നിർമ്മാണം, ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഉപകരണങ്ങൾ, ബഡ് സ്കൂളുകൾക്ക് സഹായം എന്നീ പദ്ധതികൾ നടപ്പിലാക്കും.
കുടിവെള്ളം നമ്മുടെ മണ്ഡലത്തിൽ ബൃഹത്തായ കുടിവെള്ള പദ്ധതിയാണ് ബഹുമന്ത്രി ശ്രീ സൈ ചെറിയാൻ നടപ്പിലാക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് നിന്ന് പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കലും ഗാർഹിക കണക്ഷനും എന്ന പദ്ധതി ആവിഷ്കരിക്കും. പശ്ചാത്തല മേഖല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയും നവീകരണം, തൊഴിൽ പരിശീലന കേന്ദ്ര നവീകരണം, ബ്ലോക്ക് ഓഫീസിൽ ക്യാൻറ്റീൻ സൗകര്യം, ബ്ലോക്ക് ഓഫീസ് സൗന്ദര്യവൽക്കരണം എന്നിവ നടപ്പിലാക്കും. അതിനായി തുക വകയിരുത്തും. പട്ടികജാതി വികസനം യുവജനങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിനുള്ള ധനസഹായം, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്നവർക്ക് ധനസഹായം, പ്രീ മെട്രിക് ഹോസ്റ്റൽ ഭൗതിക സൗകര്യ വികസനം, തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനം, IAS അക്കാദമിയുമായി ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് സിവിൽ സർവീസ് പരിശീലനം എന്നീ പദ്ധതികൾ നടപ്പിലാക്കും. ABC പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷം നടപ്പിലാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ABC പ്രോഗ്രാം. തെരുവ് നായ്ക്കളുടെ സംരക്ഷണവും വന്ധ്യീകരണവും ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനപ്രകാരം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത്, ചെങ്ങന്നൂർ നഗരസഭ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകൾ എന്നിവയ്ക്കായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. 2025-26 പദ്ധതിയിൽ ഇപ്പോൾ ആ റിവിഷൻ ചെയ്തപ്പോൾ വീണ്ടും 1 കോടി രൂപ നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതാണ് 26-27 വർഷത്ത് 1 കോടി രൂപയാണ് ഇപ്പം വീണ്ടും ഉൾപ്പെടുത്തുന്നത്. ബഡ്ജറ്റ് രൂപീകരണത്തിൽ അകമഴിച്ച് സഹായിച്ച പ്രസിഡന്റ് ശ്രീമതി N സുധാമണി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ MB ശ്രീകുമാർ, ശ്രീമതി അനു, ശ്രീമതി തുളസി സുദർശൻ, അംഗങ്ങളായ ശ്രീ ബാലചന്ദ്രൻ നായർ, ശ്രീ സുജ രാജീവ്, ശ്രീമതി രശ്മി, ശ്രീമതി ജയശ്രീ, ശ്രീ രതീഷ് കുമാർ, ശ്രീമതി ഉഷാകുമാരി, ശ്രീമതി മായാദേവി, ശ്രീ യശോധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ദിൽഷാദ്, ജോയിന്റ് BDO ശ്രീ ലിജു, ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൽ പ്രവർത്തിച്ച ഹെഡ് ക്ലർക്ക് ശ്രീമതി മഞ്ജു ജോർജ്, ഹെഡ് അക്കൗണ്ടന്റ് ജോയ്സൺ MJ, എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരോടുള്ള അഗീതമായ നന്ദി രേഖപ്പെടുത്തും. 19,45,30,000 രൂപ വരവും 17,45,47,000 രൂപ ചെലവും 1,19,92,300,000 രൂപ 1,99,83,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ ബഡ്ജറ്റ് ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. ഈ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വരുന്ന വർഷങ്ങളിലെ സമഗ്രമായ പദ്ധതികൾക്ക് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ജലാശയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി DPR തയ്യാറാക്കുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വരുന്ന പദ്ധതിയിൽ DPR തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ആണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. പറഞ്ഞു വരുമ്പോൾ 2015-20 കാലഘട്ടത്തിലെ 5 ബഡ്ജറ്റ് ഉൾപ്പെടെ എൻ്റെ 6ാമത്തെ ബഡ്ജറ്റാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. നന്ദി.